നമസ്കാരം. ഗാനജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ അന്തരിക്കുന്നതിന് ഏതാണ്ട് 1 വർഷം മുമ്പ് പിറന്ന അതിമനോഹരമായ ഒരു ഗാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വയലാറിന് മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം വീണ്ടും ലഭിക്കാൻ എന്തുകൊണ്ടും അർഹമായ ഗാനമാണിത്. അതെ, 1974 ഒക്ടോബർ 11 കേരളത്തിൽ പ്രദർശനത്തിന് വന്ന രാജഹംസം എന്ന ചിത്രത്തിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന അതുല്യമായ ഗാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഗാനജാലകത്തിൽ ചില ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇതൊരു പ്രണയഭംഗ ഗാനമാണ്. ധാരാളം പ്രണയഗാനങ്ങൾ എഴുതിയ വയലാർ രാമവർമ്മ അതേ തൂലിക കൊണ്ട് തന്നെ പ്രണയവിരഹ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. വിവാഹിതയിലെ സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന ഗാനമാണ് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നത്. അതുപോലെ തന്നെ പുനർജന്മത്തിലെ പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി എന്ന് തുടങ്ങുന്ന ഈ 2 ഗാനങ്ങളിലെയും സംബോധനകൾ ശ്രദ്ധിക്കണം. സുമംഗലി എന്നാൽ ഭർതൃമതിയായ സ്ത്രീ എന്നാണ് അർത്ഥം. തൻ്റെ കാമുകിയായിരുന്ന നായിക ഭർതൃമതിയാവുമ്പോൾ വിവാഹിത എന്ന സിനിമയുടെ ഇതിവൃത്തത്തിന് ആധാരമായ പ്രയോഗമാണത് സുമംഗലി. അതിനേക്കാൾ നല്ലൊരു പ്രയോഗം ഇല്ല തന്നെ. സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന് തുടങ്ങുന്ന ഗാനം. പ്രേമഭിക്ഷുകി മറ്റൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഭിക്ഷുകി എന്നാൽ യാചിക്കുന്നവൾ എന്നാണ് അർത്ഥം. പ്രണയം യാചിക്കുന്നവൾ, പ്രണയം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രണയഭംഗം വന്ന് എന്നിട്ടും അപ്പോഴും യാചിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് പ്രേമഭിക്ഷുകി എന്ന ഒരു പുതിയ പ്രയോഗം വയലാർ കൊണ്ടുവന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച സന്യാസിനി എന്ന ഗാനം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ. KT മുഹമ്മദ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ടി ഹരിഹരൻ സംവിധാനം ചെയ്ത രാജഹംസം എന്ന ചിത്രത്തിലെ ആ ഗാനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. വയലാറിൻ്റെ മിക്ക ഗാനങ്ങൾക്കും സംബോധന ഒരു ഗുണമായി ഭവിച്ചിട്ടുണ്ട്. ഈ ഗാനത്തിൻ്റെ വരികൾ ഇപ്രകാരമല്ല വയലാർ ആദ്യം എഴുതിയത്. അന്ന് രാജഹംസത്തിലെ അണിയറ പ്രവർത്തകരെല്ലാവരും മദ്രാശിയിലെ ഒരു ലോഡ്ജിൽ തങ്ങിയിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ വയലാർ രാമവർമ്മയും ഹരിഹരനും എല്ലാവരുമുണ്ട്. വയലാറിനാകട്ടെ പിറ്റേന്ന് അതിരാവിലെയുള്ള വിമാനമാർഗം നാട്ടിലേക്ക് പോകണം. അദ്ദേഹത്തിന് അമ്മയെ കാണുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വ്രതം. അത് കൂടെ പോയി കാണുന്ന ഒരു സ്വഭാവമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം വിമാന ടിക്കറ്റ് വരെ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ പാട്ട് എഴുതി തീർത്തേ മതിയാവും. സന്ധ്യ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആ ഗാനം എഴുതി തീർത്ത് ഹരിഹരനെ ഏൽപ്പിച്ചു. അതിൻ്റെ വരികൾ, അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. എന്തിനായി വന്നു നീ എൻ അന്തരാത്മാവിൽ എന്നോർമ്മ വീണ്ടും പുതുക്കി എന്ന് തുടങ്ങുന്ന പല്ലവിയും ഉൾപ്പെടുന്ന വരികൾ. ഹരിഹരൻ അത് വായിച്ചിട്ട് അത്ര തൃപ്തി ആകാതെ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് പോയി. വീണ്ടും അദ്ദേഹം വായിച്ചെങ്കിലും അത്ര തൃപ്തി തോന്നിയില്ല. പക്ഷേ മുതിർന്ന ഗാനരചയിതാവിനോട് പറയാനുള്ളൊരു മടി ഹരിഹരന് തോന്നി. ഒടുവിൽ നിവൃത്തിയില്ലാതെ വയലാറിനോട് ഞാൻ ഉദ്ദേശിച്ച വരികൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ആശയം ഇതിനകത്ത് വന്നില്ല എന്ന് വയലാറിനെ അറിയിക്കപ്പോൾ ആ കടലാസ് വാങ്ങി തൻ്റെ മുറിയിലേക്ക് ഇതാ ഞാൻ മറ്റൊന്ന് എഴുതിത്തരാം എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. അദ്ദേഹം ഈ വരികൾ മാറ്റി എഴുതി കഴിഞ്ഞപ്പോൾ സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. ആ സമയത്ത് സംവിധായകനെ കൊണ്ട് ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് വൈമനസ്യമായിരുന്നു. പകരം ആ ലോഡ്ജിൽ തന്നെ താമസിച്ചിരുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ ചെന്ന് തട്ടി വിളിച്ച് അദ്ദേഹത്തെയും കൂട്ടിയാണ് ഹരിഹരനെ ഈ വരികൾ, നമ്മളിപ്പോൾ കേൾക്കുന്ന സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന ഗാനം ഏൽപ്പിച്ചത്. ഹരിഹരന് തൃപ്തി മാത്രമല്ല,
ശരിക്കു പറഞ്ഞാൽ ആ വരികൾ നോക്കിയപ്പോൾ അത്ഭുതം തന്നെ തോന്നിപ്പോയി. അതാണ് വയലാർ. ഏത് ഗാനമായാലും മാറ്റി എഴുതുമ്പോൾ 10 മടങ്ങ് മികച്ചതാണ്. ഈ പാട്ട് എഴുതിയതിന് പിന്നിൽ ഒരുപക്ഷെ അതിന് പിന്നിൽ ഒരു കഥ പോലും ഉണ്ട്. കഥയല്ല, അതിൻ്റെ പശ്ചാത്തലം. ചെങ്ങണ്ട പുത്തൻ കോവിലകത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയാണ് വയലാറിൻ്റെ ആദ്യത്തെ ഭാര്യ. ആ വിവാഹത്തിൽ മക്കളില്ലാഞ്ഞിട്ട് വയലാറിൻ്റെ അമ്മ അംബാലിക തമ്പുരാട്ടിയുടെ നിർബന്ധപ്രകാരമാണ് ചന്ദ്രമതി തമ്പുരാട്ടിയുടെ അനുജത്തിയായ ഭാരതി തമ്പുരാട്ടിയെ വയലാർ രാമവർമ്മ വിവാഹം ചെയ്തത്. ശേഷിച്ച കാലം അത്രയും ചന്ദ്രമതി തമ്പുരാട്ടി ഒരു സന്യാസിനിയെ പോലെ കഴിഞ്ഞുകൂടി. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാവാം വയലാർ ഈ ഗാനം എഴുതിയത്. ഈ പാട്ടിറങ്ങിയ കാലം മുതൽ അങ്ങനെ ഒരു കഥ ചലച്ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. സന്യാസിനി എന്ന സംബോധനയോടെയുള്ള തുടക്കം തന്നെ ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിലെ 4 അവസ്ഥകളെക്കുറിച്ച് പറയാറുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നിവ. ഇവിടെ നായിക ഗൃഹസ്ഥാശ്രമം വിട്ട് സന്യാസ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. അതോടെ നായികാനായകന്മാരുടെ പ്രണയത്തിന് വിശുദ്ധിയും അതേസമയം അപ്രാപ്യതയും കൈവരികയാണ്. അടുത്ത പ്രയോഗം നോക്കൂ. പുണ്യാശ്രമത്തിൽ. സന്യാസിനി ഉള്ള ഇടമായതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കാൻ വയലാർ തയ്യാറായത്. നിരീശ്വരവാദി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു കവിയാണ് ഇത് എഴുതിയത് എന്നോർക്കണം. അവിടെയാണ് വയലാറിൻ്റെ മഹത്വം. സിനിമയിൽ പാടുന്നത് കവിയല്ല, കഥാപാത്രമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഓരോ പാട്ടെഴുതുമ്പോഴും ഉണ്ടായിരുന്നു. പ്രണയഭംഗത്തിന് വിധേയനായ നായകൻ ആ പുണ്യാശ്രമത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോ? സന്ധ്യാപുഷ്പം. ഈ പ്രയോഗത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. കാഷായ വസ്ത്രധാരിണിയായ സന്യാസിനിക്ക് കൊടുക്കാൻ ഏറ്റവും യോജിച്ച ഉപഹാരമാണത്. സന്ധ്യാപുഷ്പത്തിൻ്റെ നിറവും സന്യാസിനിയുടെ വസ്ത്രത്തിൻ്റെ നിറവും സമാനമാണല്ലോ. അടുത്ത വരി: ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. ഈ ഗാനത്തിലെ ഏറ്റവും മികച്ച വരികളായി ഞാൻ കാണുന്നത് ഈ ഭാഗമാണ്. ആരും തുറക്കാത്ത പൂമുഖവാതിൽ. ആശ്രമത്തിൻ്റെ വാതിലുകൾ അങ്ങനെ മലർക്കെ എപ്പോഴും തുറന്നിട്ടിരിക്കില്ല. ആരും തുറക്കാത്ത പൂമുഖവാതിൽ. ഒരുപക്ഷെ ഈ നായകൻ ദൂരയിൽ നിന്ന് നടന്നു വരുന്നത് കണ്ടിട്ട് മനഃപൂർവ്വം കൊട്ടിയടക്കപ്പെട്ടതുമാകാം ഈ വാതിൽ. ആരും തുറക്കാത്ത പൂമുഖവാതിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. ആ അന്യനെപ്പോലെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നലെ വരെ താൻ അവൾക്ക് സ്വന്തമായിരുന്നു, അവൾ തനിക്ക് സ്വന്തമായിരുന്നു. ഇന്ന് അവൾ സന്യാസ ജീവിതം നയിക്കാൻ തുടങ്ങിയതോടെ അന്യനായിപ്പോയി. ആ പ്രണയഭംഗത്തിൻ്റെ തീവ്രത ഈ വരികളിലൂടെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് വയലാർ. ഈ ഗാനം കാപ്പി രാഗത്തിലാണ് ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയത്. യേശുദാസ് പാടി മനോഹരമാക്കുകയും ചെയ്തു. എന്നാൽ ഈ പാട്ട് ഐരൂർ സദാശിവനെ കൊണ്ടാണ് ദേവരാജൻ മാസ്റ്റർ റെക്കോർഡ് ചെയ്യിച്ചത്. പക്ഷേ ഇതിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡ് ഇറക്കുന്ന കമ്പനി യേശുദാസിനെ കൊണ്ട് തന്നെ ഇത് പാടിക്കണം എന്ന് നിർബന്ധിക്കുകയും അങ്ങനെ യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ ദേവരാജൻ മാസ്റ്റർ നിർബന്ധിതനാവുകയും ആണ് ഉണ്ടായത്. ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ ഗ്രാമഫോൺ റെക്കോർഡ് ഇറങ്ങുന്ന സമയത്ത് ചില സാങ്കേതിക പിഴവുകൾ നിമിത്തം ആ ഗാനത്തിന് അത്ര ശ്രവണസുഖം പോരായിരുന്നു. പെട്ടെന്ന് അത് പരിഹരിച്ച് മാറ്റി വീണ്ടും ഇറക്കുന്ന രീതിയാണ് ഉണ്ടായത്. ആ ഗാനമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ ഗാനത്തിൻ്റെ അനുപല്ലവി ഇപ്രകാരമാണ്: നിന്റെ ദുഃഖാർദ്രമാം മുഖാശ്രുധാരയിൽ എൻ്റെ സ്വപ്നങ്ങളലിഞ്ഞു, സഗദ്ഗതം എൻ്റെ മോഹങ്ങൾ മരിച്ചു. പ്രണയനിരാസത്തിൻ്റെ ആഘാതം ഈ വരികളെ ചൈതന്യവത്താക്കുന്നു. പ്രത്യേക സാഹചര്യത്തിലാണ് നായികയ്ക്ക് നായകനെ വേർപിരിയേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദുഃഖാർദ്രമായ മുഖാശ്രുധാര ഉണ്ടായത്. അതിൽ ആ കണ്ണുനീർധാരയിൽ തൻ്റെ സ്വപ്നങ്ങൾ അലിയുന്നു എന്നാണ് നായകൻ പറയുന്നത്. മാത്രവുമല്ല, ഗദ്ഗതത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് തൻ്റെ മോഹങ്ങളും മരിച്ചു വീഴുകയാണ്.
എത്ര മനോഹരമാണ് ഈ വരികളെന്ന് നോക്കുക. കേവലം ഒരു വേർപിരിയലല്ല ഇവിടെ സംഭവിച്ചതെന്ന് വരികൾ വ്യക്തമാക്കുന്നു. ആ അനുപല്ലവിയിൽ നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണ് എൻ്റെ ഈ പൂക്കൾ കരിഞ്ഞു എന്ന വരികൾ കുറെ കൂടി തീക്ഷ്ണമാണ്. അതായത് നായികയുടെ മനസ്സിൻ്റെ അവസ്ഥ അത് തീക്കനലായി മാറിയിരിക്കുന്നു എന്ന് കവി പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആ നായികയോട് സഹതാപം തോന്നിപ്പോകും. ആ തീക്കനൽ കണ്ണിൽ വീണ് എൻ്റെ ഈ പൂക്കൾ, ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന പൂക്കൾ, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ സന്ധ്യാപുഷ്പവും ആകാം, അത് കരിയുകയാണ്. പൂക്കൾ കരിയുന്ന ആ അവസ്ഥ ആലോചിച്ചു നോക്കും. അങ്ങനെ ഈ പ്രണയഭംഗ ഗാനത്തെ കൂടുതൽ കൂടുതൽ ചേതോഹരമാക്കാൻ ഈ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലൂടെ സാധിച്ചിരിക്കുന്നു എന്ന് നിഷ്പ്രയാസം പറയാം. അനുപല്ലവി കഴിഞ്ഞ് വരുന്ന 2 വരികൾ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതൊരു എക്കാലവും നിലനിൽക്കുന്ന വരികളായി മാറി. രാത്രിയും പകലും പ്രകൃതിയുടെ 2 പ്രതിഭാസങ്ങളാണ്, നമുക്കറിയാം. അവ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും ഒന്നാകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. രാത്രി പകലിനോട് യാത്ര ചോദിക്കുന്നു. അപ്പോൾ ഒരു സൂചന അതിനകത്തുണ്ട്. രാത്രി പകലിനോട് യാത്ര പറഞ്ഞു പോയാലും പിറ്റേന്ന് ആ രാത്രി മടങ്ങി വരും. അപ്പോൾ നിന്നെ ഞാൻ താൽക്കാലികമായി ഇപ്പോൾ വേർപിരിഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും ഒന്നിക്കും എന്ന ഒരു സൂചന അവിടെ കൊടുത്തുകൊണ്ടാണ് മനോഹരമായ ഈ വരികൾ വയലാർ എഴുതിയിരിക്കുന്നത്. എനിക്ക് ഈ വരികളുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ പലതവണ പോയി ഗാനങ്ങളെക്കുറിച്ചും കവിതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സന്ദർഭവശാൽ ഈ സന്യാസിനി എന്ന ഗാനത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് വരികയും സാറ് പെട്ടെന്ന് എന്നോട് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന വരികൾ പാടിയിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു പൂച്ചെണ്ട് തന്നാൽ ഈ വരികൾ ഇപ്രകാരം എഴുതിയ വയലാർ രാമവർമ്മയ്ക്കായിരിക്കുമോ, അതോ ഇത് ഇത്ര മനോഹരമായി ചിട്ടപ്പെടുത്തിയ ദേവരാജനായിരിക്കുമോ, ഇത് അവിസ്മരണീയമായി പാടി ഉറപ്പിച്ച യേശുദാസനായിരിക്കുമോ നിങ്ങൾ കൊടുക്കുക എന്ന്. ഞാൻ പെട്ടെന്ന് എന്ത് ഉത്തരം പറയണമെന്നറിയാതെ കുഴങ്ങിപ്പോയ അവസരമായിരുന്നു. ഞാൻ തെല്ലൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, സാറാണെങ്കിൽ ആർക്ക് കൊടുക്കും എന്ന്. സാറൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 3 പേർക്കും കൊടുക്കില്ല. ആ പൂവ് എൻ്റെ പോക്കറ്റിൽ വയ്ക്കുകയുള്ളൂ. കാരണം ഈ ഗാനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന വരികളെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരും തുല്യമായ അർഹതയുള്ളവരാണ്. ഒരു വലിയ സാരസ്വത രഹസ്യമാണ് ONV കുറുപ്പ് സാറ് എനിക്ക് അന്ന് പറഞ്ഞു തന്നത്. ഈ ഗാനത്തിൻ്റെ ചരണം ഇപ്രകാരമാണ്: നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും, ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ കാണും. വളരെ കരുതിക്കുട്ടി എഴുതിയ വരികളാണ് വയലാർ ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നായിക വേർപിരിഞ്ഞു. അപ്പോൾ ഏകാന്തമായ ഓർമ്മതൻ വീഥി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്നെ എന്നെങ്കിലും കാണും എന്നാണ്, നാളെയോ മറ്റന്നാളോ എന്നല്ല, എന്നെങ്കിലും കാണും. ഒരുപക്ഷെ കണ്ടുമുട്ടിയേക്കാം. മാത്രവുമല്ല, എൻ്റെ കാൽപ്പാടുകൾ കാണും. അവളുടെ മനസ്സിൻ്റെ ഭൂമികയിൽ എൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ആ കാൽപ്പാടുകൾ എന്നത് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെയും പിന്നീട് അവിടെ നിന്ന് അകന്നുപോയി എന്നതിൻ്റെയും നിശബ്ദ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് താൻ അവളിൽ നിന്ന് അകന്നെങ്കിലും ആ കാൽപ്പാടുകൾ അവൾക്ക് മായ്ക്കാനാവില്ല എന്ന് പരോക്ഷമായി വയലാർ പറഞ്ഞു വച്ചത്. അതിൻ്റെ തുടർന്നുള്ള വരികൾ ഇതാണ്: അന്നുമെൻ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൻ്റെ എന്താ പറയുക, മൂർത്തഭാവം അവിടെ വെളിപ്പെടുകയാണ്. അന്നും ഈ എന്നെങ്കിലും നീ എന്നെ കാണും എന്ന് പറഞ്ഞല്ലോ, അന്ന്
അന്നും എൻ്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും. വിളിച്ചു പറയുകയല്ല, മന്ത്രിക്കും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. പ്രണയം ഭൗതികമായി പൂവണിഞ്ഞില്ലെങ്കിലും താൻ അവളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്ന് ഈ വരികൾ വ്യക്തമാക്കും. ഇത്രയും ഉയർന്ന തലത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന മറ്റൊരു പ്രണയഭംഗ ഗാനം മലയാളത്തിൽ പിറന്നിട്ടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഈ ചരണത്തിൻ്റെ ഒടുവിലും രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കൂ എന്ന ഈരടി ആവർത്തിക്കുന്നുണ്ട്. നായികയെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ ആ വരികളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സംഭവവും എനിക്ക് ഓർമ്മ വരുന്നു. എൻ്റെ അമ്മാവൻ സാഹിത്യഭാരഫലത്തിലൂടെ പ്രശസ്തനായി തീർന്ന സാഹിത്യ നിരൂപകൻ എം കൃഷ്ണൻ നായർ എന്നെ കാണുമ്പോൾ ചില പാട്ടുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഈ സന്യാസിനി എന്ന പാട്ട് സംസാരത്തിനിടയിൽ കടന്നു വന്നു. അദ്ദേഹം രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ എന്ന വരികൾ നന്നായി ചൊല്ലിയിട്ട് എന്നോട് പറഞ്ഞു, കണ്ടില്ലേ, വയലാറിൻ്റെ അത്ര മതിപ്പുളവാക്കുന്ന ഗുണനിലവാരം മറ്റു പലർക്കുമില്ല എന്ന് നമുക്ക് തോന്നും. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം. കാവ്യമേന്മയുള്ള രചന കേട്ടാൽ ആ മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിൽ കുടിയേറുന്ന സംഗീതം, ഭാവോജ്വലമായ ആലാപനം, ഇങ്ങനെ 3 ഘടകങ്ങളും ഒരുമിക്കുമ്പോഴാണ് ഒരു പാട്ട് വിജയിക്കുന്നത്. അങ്ങനെ വിജയിച്ച ഒരു ഗാനമാണ് സന്യാസിനി. ഈ സന്യാസിനിക്ക് ഒരിക്കലും മരണമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.